ഹായ് ഹലോ. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായും വളരെ ടേസ്റ്റിയായും ഉണ്ടാക്കാവുന്ന ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് 1 കപ്പ് റവ, അതേ സെയിം കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് റൈസ് പൗഡർ. ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് ഫ്രൈ ചെയ്ത റൈസ് പൗഡറാണ്, പ്ലസ് 2 മൈസൂർ ബനാന, നമ്മുടെ നാട്ടിൽ ഇതിനെ പാളയംകുടംപഴം എന്നും പറയും, 1/2 കിലോ ശർക്കര. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. ശർക്കര ഉരുക്കാനുള്ള 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനിവിടെ പാനിൽ ബോയിൽ ചെയ്യുകയാണ്. അപ്പോൾ ശർക്കര പാനി നന്നായി തണുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് എല്ലാ പൊടികളും ചേർത്ത് നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് രണ്ട് എടുത്ത് വെച്ചേക്കുന്ന മൈസൂർ ബനാന, പാളയംകുടംപഴം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അരച്ച് വെച്ചേക്കുന്ന കുറച്ച് മാവിലോട്ട് നനഞ്ഞ ഒരു പപ്പടം ചേർത്ത് അരയ്ക്കുക. ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് നന്നായി സോഫ്റ്റായി ഉണ്ണിയപ്പം നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ ഇപ്പം മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ദോശ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. നാളേക്ക് ആക്ച്വലി ഈ മാവ് ഒന്നും കൂടി കട്ടിയാവുകയാണ് ചെയ്യുക. അപ്പോൾ നാളെ നമ്മൾ വേണമെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതിനി നമ്മൾ ഒരു 8 മണിക്കൂർ നേരത്തേക്ക് അടച്ചെടുത്ത് വെക്കേണ്ടതുണ്ട്. അപ്പം ഞാനിത് ഓവർനൈറ്റ് ഇപ്പോൾ വെക്കുകയാണ്. നാളെ മോർണിംഗ് നോക്കാം ഇനി. അപ്പം നമ്മളിപ്പം ഏതാണ്ട് 10 മണിക്കൂർ നമ്മുടെ ബാറ്ററി എടുത്ത് വെച്ച് നമ്മളിപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനി വേണ്ടത് ഒരു 10-15 കുറച്ച് ഏലക്കായ, എള്ള്, ഒരു തേങ്ങ, ഇത്രയും സാധനങ്ങളാണ്. ഒരു ചെറിയ മുറി തേങ്ങ നമ്മളിപ്പം ചെറുതായി അരിഞ്ഞ് നെയ്യിൽ വറുത്തെടുക്കുവാണ്. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന 10-15 ഏലക്കായ തൊലി കളഞ്ഞത്, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച 1 മുറി തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. ചെറിയൊരു മുറി അതിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്ന എള്ള്, കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. ഇനി 15 ഏലക്കായ, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതങ്ങ് ചേർത്ത് കൊടുക്കുക. ഈ ഏലക്കായൊക്കെയാണ് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ്. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം എൻ്റെ ബാറ്റർ ആക്ച്വലി ഇച്ചിരി കട്ടിയാണ്, അപ്പോൾ അതിന് കുറച്ച് വെള്ളം ചേർത്ത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കാം. വെള്ളം പോരെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി.
നമ്മുടെ ബാറ്റർ എല്ലാം മിക്സായി അത് എൻ്റേതായ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ വളരെയേറെ സോഫ്റ്റായ ഉണ്ണിയപ്പമാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.